നമ്മളിൽ പലർക്കും ഒരു കോമൺ എക്സ്പീരിയൻസ് ഉണ്ടാകും. ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരുമ്പോൾ, അതും അല്ലെങ്കിൽ പുതിയ ഒരാളായിട്ടൊന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഉള്ളിലൊരു ടെൻഷൻ. എൻ്റെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റാണോ? അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റായി സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ആളുകൾ എന്ത് കരുതും എന്നൊക്കെ ഒരു ഭയം. യഥാർത്ഥത്തിൽ നമ്മൾ മലയാളികൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറവാണോ അതോ നമ്മളുടെ കോൺഫിഡൻസ് ആണോ കുറവ്? കാരണം നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ജനറലി എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല സോഷ്യൽ അവയർനെസ്സും ഉണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ളൊരു കാര്യം, നമ്മുടെ ഉള്ളിലുള്ളൊരു ആശയം പലപ്പോഴും മറ്റൊരാളോട് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റാറില്ല. ആദ്യമേ ഒരു കാര്യം ക്ലിയർ ആക്കാം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നാൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കുക എന്നല്ല. ഇനി ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്ന ഒരാൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആകാൻ കഴിയണമെന്നില്ല. വളരെ സിമ്പിളായ ലാംഗ്വേജിൽ സംസാരിക്കുന്ന ഒരാൾക്ക് പോലും ആളുകളുമായി കണക്ട് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ എന്നാൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ക്ലിയറായും കോൺഫിഡൻ്റായും മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാഹചര്യത്തിനനുസരിച്ച് സംസാരിക്കുക എന്നതാണ്. കേരളത്തിലെ ഭൂരിഭാഗം ആളുകൾക്കും നല്ല നോളജ് ഉണ്ട്, പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് അറിയില്ല അല്ലെങ്കിൽ കഴിയാറില്ല. അതാണ് മെയിൻ ഇഷ്യൂ. ഇനി നിലവിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മാർക്സിനാണ് കൂടുതലും ഫോക്കസ്. അതായത് പഠിക്കുക, എക്സാം എഴുതുക, കൂടുതൽ മാർക്സ് മേടിക്കുക. പക്ഷേ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ലഭിച്ചിരുന്നില്ല. എൻ്റെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, കീപ് സൈലൻസ് എന്നതിനാണ് കൂടുതൽ മാർക്സ് കിട്ടുക. അതായത് ക്ലാസ്സിൽ ചോദിക്കുന്ന കുട്ടിയേക്കാൾ ക്ലാസ്സിൽ മിണ്ടാതിരിക്കുന്ന കുട്ടിയാണ് നല്ല കുട്ടി എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഓഡിയൻസിന് മുന്നിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേജിലിരുന്നോ സംസാരിക്കാൻ നമുക്ക് പലപ്പോഴും ഭയമായിരുന്നു. അതുപോലെ തന്നെ ഈ ബൈ ഹാർട്ട് പഠന രീതി, ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ അതുപോലെ കാണാതെ പഠിച്ചു പോയി പരീക്ഷയിൽ എഴുതാനാണ് നമ്മളൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. നമ്മുടെ സ്വന്തം വാക്കുകളിൽ ഒരു കാര്യത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ നമ്മളിതുവരെ ശീലിച്ചിട്ടില്ല. പിന്നെ ഇംഗ്ലീഷ് ഗ്രാമറിനോടുള്ള അമിതമായിട്ടുള്ളൊരു പേടി. സ്കൂളുകളിലൊക്കെ ഇംഗ്ലീഷ് എന്നത് ഒരു ലാംഗ്വേജ് ആയിട്ടല്ല, മറിച്ചൊരു സബ്ജക്റ്റ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമർ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയുള്ളതുകൊണ്ട് അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും പേടിയായിരുന്നു. ഇന്ന് പല സ്കൂളുകളിലും ഡിബേറ്റ് കൾച്ചർ കുറവാണ്. അതുപോലെ തന്നെ ഈ പ്രാക്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ ആക്ടിവിറ്റീസ്, ഇതിൻ്റെയൊക്കെ അപാകത മൂലം കേരളത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന അക്കാഡമിക്കലി ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് പോലും പുറത്തിറങ്ങി കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർ പലപ്പോഴും നെർവസായി ബിഹേവ് ചെയ്യുന്നു. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കാം. കേരളത്തിൽ നിന്ന് എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഡിഗ്രിയോ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥി ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതായി നിങ്ങൾ ഇമാജിൻ ചെയ്യൂ. അയാളുടെ ടെക്നിക്കൽ നോളജ് നല്ലതാണ്, അയാൾക്ക് സബ്ജക്റ്റ് അറിയാം. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ തുടക്കത്തിൽ തന്നെ HR ചോദിക്കുകയാണ്, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ഇവിടെയാണ് ഇയാളുടെ യഥാർത്ഥ സ്ട്രഗിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അയാൾക്ക് സബ്ജക്റ്റ് അറിയാം, പക്ഷേ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നാച്ചുറലായി സംസാരിക്കാൻ സാധിക്കുന്നില്ല. പലരും ടെംപ്ലേറ്റ് പഠിച്ചാണ് പോകുന്നത്. മൈ നെയിം ഇസ് അരുൺ, ഐ എം ഫ്രം തൃശ്ശൂർ, മൈ ഹോബീസ് ആർ ലിസണിങ് ടു മ്യൂസിക് എന്നൊക്കെ പറഞ്ഞവർ ഒപ്പിക്കും. ഇതൊന്നും നാച്ചുറലായി സംസാരിക്കുന്നതല്ല. പലപ്പോഴും അവരുടെ ഓർമ്മയിൽ നിന്ന് എടുത്ത് സംസാരിക്കുകയാണ്. കേരളത്തിലെ സ്കൂളുകളിലും കോളേജുകളിലും പല വിദ്യാർത്ഥികളും പഠിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. അതായത് അവരുടെ മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെങ്കിലും അവർ സുഹൃത്തുക്കൾക്കിടയിലും ഫാമിലിയുടെ ഇടയിലും മലയാളം സംസാരിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് അനായാസമായി സംസാരിക്കാനുള്ള അവരുടെ കഴിവ് വികസിക്കാതെ വന്നേക്കാം. എന്നാൽ ബാംഗ്ലൂർ, മുംബൈ പോലുള്ള സിറ്റികളിൽ കുട്ടികൾ വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ ഒരു മിക്സ്ഡ് ലാംഗ്വേജാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർ വളർന്നു വലുതാകുമ്പോൾ അവരുടെ കോൺഫിഡൻസും കൂടെ വളരും. ഇനി കേരളത്തിലൊരാൾ കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങിയാൽ തന്നെ അത് അവൻ്റെ ഷോ ആണെന്നും പറഞ്ഞ് പലരും കളിയാക്കി അവൻ്റെ ഉള്ള കോൺഫിഡൻസും കൂടെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ഒരല്പം മാറുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, പോഡ്കാസ്റ്റ് ഇവയെല്ലാം നല്ല മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. മുമ്പൊക്കെ ക്യാമറ കാണുമ്പോൾ തന്നെ വളരെ നെർവസ് ആയിരുന്ന ആളുകളിൽ പലരും ഇന്ന് സ്വന്തമായി വ്ളോഗ്സ് ചെയ്യുന്നു, ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്ന് വളരെ കോൺഫിഡൻ്റായി സംസാരിക്കുന്നു. എസ്പെഷ്യലി ഈ ജെൻസി കുട്ടികളൊക്കെ. സോഷ്യൽ മീഡിയ ഇത്തരത്തിലുള്ള ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ പല മുതിർന്നവരും പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഇന്നത്തെ കുട്ടികൾക്ക് പ്രോപ്പർ ഇംഗ്ലീഷ് അല്ലെങ്കിൽ പ്രോപ്പർ മലയാളം അറിയില്ല എന്നുള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഓരോ ജനറേഷനും അവരുടേതായിട്ടുള്ളൊരു ഓൺ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലുണ്ട്. ജെൻസി പൊതുവേ കുറച്ച് ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ പ്രിഫർ ചെയ്യുന്ന ആളുകളാണ്. മീംസ്, റീൽസ്, അതുപോലെ തന്നെ ഈ ഷോർട്ട് ഫോംസ്, ഇതിലൊന്നും തെറ്റില്ല. പക്ഷേ ഒരു പ്രൊഫഷണൽ സിറ്റുവേഷനിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് അവരറിയണം. ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെയല്ല ഒരു ഇൻ്റർവ്യൂവിൽ. സിറ്റുവേഷൻ അനുസരിച്ച് അവർ അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അതാണ് റിയൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ പഠിച്ചു വളർന്നൊരു മലയാളിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ല എന്നല്ല, മറിച്ചൊരു പക്ഷേ കോൺഫിഡൻസ് ഇഷ്യൂ ഉണ്ടായേക്കാം. എസ്പെഷ്യലി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിനിടയിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിനിടയിൽ അവർ വല്ലാതെ ഓവർ തിങ്ക് ചെയ്യും. എൻ്റെ ആക്സൻറ്റ് കറക്റ്റാണോ, എൻ്റെ ഗ്രാമർ കറക്റ്റാണോ എന്നൊക്കെ. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ലോകത്തെല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ആക്സൻറ്റ് ഉണ്ട്. മലയാളി ആക്സൻറ്റ് തെറ്റാണെന്നല്ല, പക്ഷേ ക്ലിയറായി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. സോ അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും കാരണം പുതിയ ജനറേഷൻ ആളുകൾ കൂടുതൽ എക്സ്പ്രസീവ് ആകുന്നു എന്നാണ്. അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ആശയങ്ങളും അവർ ലോകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുമുണ്ട്. സോ അത്തരത്തിലുള്ളൊരു എക്സ്പോഷർ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. സോ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത് ഒരു ടാലൻ്റ് അല്ല, മറിച്ച് റെഗുലർ പ്രാക്ടീസിലൂടെ നിങ്ങൾ തന്നെ ഇമ്പ്രൂവ് ചെയ്തെടുക്കുന്ന നിങ്ങളുടെ ഒരു സ്കില്ലാണ്. സോ ജീവിതത്തിൽ എപ്പോഴൊക്കെ സംസാരിക്കാനൊരു അവസരം കിട്ടുന്നതോ മടിക്കേണ്ട, സ്റ്റാർട്ട് സ്പീക്കിംഗ്. ഒരുപക്ഷെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്നേക്കാം. ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മലയാളീസിന് കമ്മ്യൂണിക്കേഷൻ സ്കിൽ കുറവാണെന്ന്, അതോ കോൺഫിഡൻസ് ഇഷ്യൂ മാത്രമാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും റൈറ്റ് ഡൗൺ ഇൻ ദ കോമൻറ്റ്സ് ബിലോ. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.